ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹിന്ദു പുരാണത്തിൽ വരുന്ന കഥകളാണ് വാമനാവതാരവും മഹാബലിയുടെ ഭരണരീതിയും. പുരാണത്തിലെ ശക്തനായ ഒരു അസുര രാജാവാണ് മഹാബലി. മാവേലി എന്ന് കേരളീയർ വിളിക്കുന്നു. കേരളീയരുടെ സംസ്ഥാന ഉത്സവമായ ഓണം കൊണ്ടാടുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് എന്നതാണ് വിശ്വാസം. ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നതിൽ ഒരു സന്തോഷവും ആനന്ദവും ഭഗവാന്റെ അനുഗ്രഹവും ഉള്ളതുകൊണ്ട് വാമന ഭഗവാന്റെയും മഹാബലിയുടെയും ചരിത്രം ശ്രീമദ് ഭാഗവതത്തിലിരുന്ന് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. കശ്യപ പ്രജാപതിയുടെ വംശത്തിൽ മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനായ പ്രഹ്ലാദൻ്റെ പൗത്രനായിട്ടാണ് മഹാബലി പിറന്നത്. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു മഹാബലിയുടെ ഭരണകാലം. ബലിരാജാവിൻ്റെ കാലത്ത് ഐശ്വര്യം നിറഞ്ഞ് എല്ലാവരും സമൃദ്ധിയിലായിരുന്നു. ബലി എന്ന പേര് തന്നെ ത്യാഗം ചെയ്യുന്നവനെന്നും വൻ ശക്തിയോടു കൂടിയവനെന്നും സാരം. സാക്ഷാൽ മഹാവിഷ്ണു സർവേശ്വരനായിരിക്കെ മഹാബലിയിൽ നിന്ന് 3 അടി നിലം യാചിക്കുവാൻ എന്ത് കാരണം? സർവകർമ്മങ്ങളുടെയും ഫലദാതാവും നിത്യാനന്ദനും സംതൃപ്തനുമായിരിക്കുന്ന ഭഗവാന്റെ യാചനയും മഹാബലിയെ സംബന്ധിച്ചതുമാണ് ഈ ചരിത്രം. ധാർമ്മിക മനസ്ഥിതിക്കും ദാനധർമ്മത്തിനും യാതൊരു കോട്ടവും തട്ടാതെ, ഒരു കുറവും വരുത്താതെ, സത്യത്തിലും ധർമ്മത്തിലും അടിയുറച്ച് വിശ്വാസത്തോടു കൂടി പ്രജാപരിപാലനം ചെയ്തു പോന്നിരുന്നു മഹാബലി. ധനിക ദാരിദ്ര്യഭേദമില്ലാതെ എല്ലാവരെയും സമന്മാരായി കണ്ടു. മഹാബലിയുടെ ഭരണകാലത്ത് യാഗയജ്ഞാദികൾക്കൊന്നും യാതൊരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല. പണ്ട് അമൃതമഥനം കഴിഞ്ഞുണ്ടായ യുദ്ധത്തിൽ ഇന്ദ്രനാൽ മഹാബലി മൃതപ്പെട്ടു. ശുക്രാചാര്യർ അസുര ചക്രവർത്തിയായ മഹാബലിയെ മന്ത്രശക്തി കൊണ്ട് പുനർജീവിപ്പിച്ചു. ജീവൻ തിരിച്ചു കിട്ടിയ ബലി വിശ്വജിത്ത് എന്ന ഒരു യജ്ഞവും വിഷ്ണുപ്രീതിക്കായി 1000 അശ്വമേധയാഗവും മഹാബലി പൂർത്തിയാക്കി. 3 ലോകത്തെയും ജയിക്കുവാനുള്ള ശക്തി മഹാബലിക്ക് സ്വാധീനമായി. ഭഗവാന്റെ ചക്രത്തിന് മുമ്പിലും ഭയമില്ലാതെയായി തീർന്നു. പരാക്രമശാലിയായി അഹങ്കരിച്ച് ജീവിച്ചു. ദേവന്മാരടക്കം 3 ലോകവും തൻ്റെ കൈക്കലാക്കി. ദേവന്മാരുടെ അമ്മയായ അതിഥി അസുരന്മാർ സ്വർഗലോകം കൈയടക്കി. കുറേ കാലം കഴിഞ്ഞപ്പോൾ തൻ്റെ മക്കളായ ദേവന്മാരുടെ നന്മയ്ക്കായി കുറേ കാലം ധ്യാനം ചെയ്തു. പിന്നീട് തൻ്റെ ഭർത്താവായ കശ്യപമുനിയോട് സങ്കടം പറഞ്ഞു. അദ്ദേഹം ഭാര്യയെ സമാധാനിപ്പിച്ചിട്ട് ശ്രീഹരിയെ പ്രസാദിപ്പിക്കുവാൻ പറഞ്ഞു. ഭക്തി നിറവോടുകൂടി 12 ദിവസം പയോവ്രതം എന്ന ഒരു വ്രതത്തെ അനുഷ്ഠിക്കുവാൻ ഉപദേശിച്ചു. പയോവ്രതം എന്നാൽ ഭഗവാനെ ആരാധന ചെയ്യുക, ഭജനം ചെയ്യുക എന്ന ഒരു രീതി. വ്രതാനുഷ്ഠാനത്തിനുള്ള മന്ത്രങ്ങളും അനുഷ്ഠാന രീതികളുമെല്ലാം ഭർത്താവ് കാശ്യപൻ നിർദ്ദേശിച്ച പ്രകാരം തന്നെ ആ ദേവമാതാവ് അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി വിഷ്ണു ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട്, വിഷമിക്കേണ്ട, എല്ലാം മംഗളമായി കലാശിക്കും, നിങ്ങളുടെ പുത്രനായി ഞാൻ ജനിക്കുമെന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു. ചിങ്ങമാസത്തിൽ വെളുത്ത പക്ഷത്തിലെ തിരുവോണ നക്ഷത്രം, വസന്തകാലം, അതിൻ്റെ പൂപുഞ്ചിരിയോടൊപ്പം മനം കുളിർക്കുന്ന സൗന്ദര്യം വാരി വിതറുന്ന ശുഭമുഹൂർത്തത്തിൽ കശ്യപ പ്രജാപതിയുടെയും അതിഥി ദേവിയുടെയും മകനായി ശ്രീഹരി, ദിവ്യമായ വൈഷ്ണവരൂപം വ്യക്തമായി പ്രകാശിക്കുന്ന മഹാവിഷ്ണു വാമനനായി അവതാരമെടുത്തു. ജനിച്ച ഉടൻ തന്നെ തൻ്റെ നിജസ്വരൂപമായ വിഷ്ണു രൂപത്തിൽ ചതുർബാഹുവായി അച്ഛനും അമ്മയ്ക്കും ദർശനം നൽകി. ഉടൻ തന്നെ തൻ്റെ വിഷ്ണു ചിഹ്നങ്ങളെ മറച്ച് ഒരു ബ്രാഹ്മണ കുമാരൻ്റെ രൂപമെടുത്ത് പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. ജാതക കർമ്മങ്ങളും പൂണോലിടൽ മുതലായ ചടങ്ങുകൾക്കും ശേഷം വാമനൻ എന്ന പേരിൽ, അതായത് ബ്രഹ്മചാരിയായ ബ്രാഹ്മണകുമാരൻ എന്ന പേരിൽ അറിയപ്പെട്ടു. വാമനൻ മഹാബലിയുടെ അടുത്തേക്ക് പോകുന്നു. ആ സമയത്ത് നർമ്മദാ നദി തീരത്ത് മഹാബലി അശ്വമേധയാഗം നടത്തുകയായിരുന്നു. വാമനൻ യാഗശാലയിലേക്ക് കടന്നു ചെന്നപ്പോൾ
ഋത്തിക്കുകൾ, അതായത് കർമ്മം ചെയ്യുന്നവർ, അസാധാരണ ദിവ്യത്വം പ്രകടമായി കണ്ട ആ കുട്ടി ബ്രഹ്മചാരി ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലും മഹാരാജാവിനെ വിവരം അറിയിച്ചു. മഹാബലി അത്യന്തം ഭക്തി ബഹുമാനത്തോടെ വാമനനെ ആചാര്യമര്യാദ പ്രകാരം അർഘ്യപാദാദികൾ കൊണ്ട് പൂജിച്ച് സ്വീകരിച്ച് ആസനം നൽകി അതിനുശേഷം അന്വേഷിച്ചു. കുമാര, നീ ആരാണ്? എവിടെ നിന്നും വരുന്നു? ഇവിടെ വരുവാൻ പ്രത്യേക വല്ല ഉദ്ദേശവും ഉണ്ടോ? അതറിയുവാൻ എനിക്ക് കൗതുകം തോന്നുന്നു. വാമനൻ പറഞ്ഞു, ഞാനൊരു ബ്രാഹ്മണകുമാരൻ. ഭിക്ഷാടനത്തിനിടയിൽ അങ്ങൊരു ധാർമ്മികനും വലിയ ദാനശീലനുമാണെന്ന് കേട്ടപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറിയതാണ്. അതാണെൻ്റെ ആവശ്യം. ഹേ ബ്രഹ്മചാരിയായ ബ്രാഹ്മണകുമാര, അങ്ങ് യാതൊന്ന് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം എന്നിൽ നിന്നും സ്വീകരിച്ചു കൊള്ളുക. ധേനുവിനെയോ വിശിഷ്ട സാധനങ്ങളെയോ ശോഭനമായ ഉപകരണങ്ങളെയോ രത്നങ്ങൾ പതിപ്പിച്ച ഗൃഹങ്ങളോ ആസ്വാദകരവും ശുദ്ധവുമായ ആഹാരപദാർത്ഥങ്ങളോ സകല പദാർത്ഥങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമങ്ങളോ കുതിര, ആന, തേർ മുതലായവ ആഗ്രഹിക്കുന്നുവോ അതിനെയും ഞാൻ തന്നുകൊള്ളാം. എന്തു വേണമെങ്കിലും തരാം. ഭഗവാനായ വാമനമൂർത്തിയുടെ പ്രഭാവത്തെ അറിയാതെ മഹാബലി ചെയ്ത ഗർവാവിഷ്കാരമാണ് ഇവിടെ കണ്ടത്. തരാമെന്ന് പറഞ്ഞതൊക്കെ തപസ്വിയായ എനിക്ക് എന്തിനാണ്? ഒരിടത്തിരുന്ന് കളിക്കാൻ 3 അടി മണ്ണ് വേണം. എനിക്ക് എൻ്റെ കാലുകൊണ്ട് അളന്നെടുക്കുന്ന 3 അടി സ്ഥലം മാത്രം. ഇതെന്തൊരാവശ്യമാണ് കുമാര? ഇത്ര കുഞ്ഞു കാലുകൊണ്ട് അളക്കുന്ന 3 അടി സ്ഥലമോ? സകല സൗകര്യങ്ങളുമുള്ള ഭൂമിയുടെ ഒരു ഭാഗം തന്നെ തരാമല്ലോ. അതല്ല, ലോകങ്ങളുടെയെല്ലാം നാഥനായ എന്നോട് ഇവിടെ എന്താണ് 3 അടി ആവശ്യപ്പെടുന്നത്? ഭൂമി മുഴുവനും ആവശ്യപ്പെട്ടുകൊള്ളൂ എന്ന് ഭഗവാനോട് അഹങ്കാരത്തോടെ പറഞ്ഞു. വാമനനായ ഭഗവാൻ പറഞ്ഞു, 3 അടി ഭൂമി കൊണ്ട് സന്തോഷിച്ചില്ലെങ്കിൽ ലോകമെല്ലാം കിട്ടിയാലും സന്തോഷിക്കുകയില്ല. മഹാബലി ഭഗവാന് ഉടനെ ജലദാനം ചെയ്യാൻ തുടങ്ങി. എന്ത് ദാനം ചെയ്യുമ്പോഴും ആദ്യം ജലദാനം ചെയ്യണമെന്നതാണ് പണ്ടുള്ള വ്യവസ്ഥ. ഉദകപൂർവം ദാനം എന്നാണ് അതിനെ പറയുക. ബലി ഉദകദാനത്തിന് ഒരുങ്ങിയപ്പോൾ ഗുരുവായ ശുക്രമഹർഷി മഹാബലിയെ തടഞ്ഞു. ഹരി എന്ന വാക്കിന് ഹരിക്കുന്നവൻ എന്നാണ് ശബ്ദാർത്ഥം. അങ്ങയ്ക്കുള്ളതെല്ലാം മുഴുവനും അപഹരിക്കും. ഏതായാലും വാക്ക് കൊടുത്തത് തന്നെ, ചോദിച്ചത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എന്നും ആ വിഷ്ണു ഭഗവാനാണ് ഇങ്ങനെ യാചിക്കുന്നുവെങ്കിൽ ഞാൻ അതിൽ സന്തോഷവാനാണ്. കാരണം എല്ലാവരും ഏത് ഭഗവാനെ ആരാധിച്ച് വരങ്ങൾ യാചിക്കുന്നുവോ ആ ഭഗവാൻ തന്നെ എൻ്റെ അടുക്കൽ വന്ന് യാചിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിലും വലിയ യാതൊരു സ്ഥാനവും ലഭിക്കാനില്ല. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്ന് ആനന്ദിക്കും. ശുക്രാചാര്യൻ ബലിയെ നീ സർവ ഐശ്വര്യഭ്രഷ്ടനായി തീരും എന്നും ശപിച്ചു. എന്നിട്ടും മഹാബലി സത്യലംഘനം ചെയ്തില്ല. തനിക്ക് സർവനാശം വരുമെന്നറിഞ്ഞിട്ടും തൻ്റെ പത്നിയായ വിദ്യാവലി കൊണ്ടുവന്ന പാദ്യം നൽകിക്കൊണ്ട് ബലി തൻ്റേതായ സകലതും ഭഗവാന് ഉദകപൂർവദാനം ചെയ്തു. വാക്കുമാറാതെ ഗുരു ഉപദേശിച്ചിട്ടും ഗുരുവിൻ്റെ ശാപമേറ്റിട്ടും സത്യം കൈവിടാതെ ലോകം മുഴുവൻ ശത്രുവിന് ദാനം ചെയ്തു എന്നതാണ് അത്ഭുതം. വാമനൻ ഭൂമി അളന്നെടുക്കുവാൻ തുടങ്ങി. ആ കൊച്ചു ബാലൻ വളർന്ന് ആകാശത്തോളം ഉയർന്ന് 4 ഭാഗത്തേക്കും വലുതായി വികസിച്ച് ഒരടി കൊണ്ട് ഭൂമി മുഴുവനും കൈവശത്താക്കുന്നു. 2ാമത്തെ അടിയിൽ സ്വർഗലോകവും സ്വാധീനത്തിലാക്കി. വാമനമൂർത്തിയുടെ വിശ്വരൂപം കണ്ട് മഹാബലി അതിശയിച്ചു. സർവേശ്വരനെ മഹാബലി പ്രത്യക്ഷമായിട്ട് പൂജിച്ച് ബലി പറഞ്ഞു, ഹേ ബ്രഹ്മൻ, അങ്ങയുടെ ആഗമനം ഏറ്റവും ശോഭനമാണ്. അങ്ങയ്ക്ക് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അരുളി ചെയ്താലും. ഹേ ഭഗവാൻ, നിന്തിരുവടി ഞങ്ങളുടെ ഗൃഹത്തിൽ ആഗമിച്ചതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം ഉദ്ധരിക്കപ്പെട്ടു. ഇന്ന് ഞങ്ങളുടെ വംശം പരിശുദ്ധമായി.
അങ്ങയുടെ പാദക്ഷാളനം ചെയ്ത തീർത്ഥം ധരിക്കാനിടയായതുകൊണ്ട് എൻ്റെ പാപം മുഴുവനും നശിച്ചു. അങ്ങയുടെ സൂക്ഷ്മങ്ങളായ കാലടികൾ സ്പർശിച്ചതിനാൽ ഈ കാണുന്ന എൻ്റെ ഭൂമിയും പരിശുദ്ധമാക്കപ്പെട്ടു. എൻ്റെ ഭാഗ്യം. അതിനിടയിൽ മഹാബലിയുടെ സൈന്യവ്യൂഹം ഇളകി വശായി. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് കാണികളായി വന്നു നിൽക്കുന്ന 33 കോടി ദേവന്മാരും വിഷ്ണു പാർഷാദന്മാരും അസുരന്മാരോട് ഏറ്റുമുട്ടി പൊരിഞ്ഞ യുദ്ധം തന്നെ നടന്നു. തൻ്റെ സൈന്യങ്ങളോട് യുദ്ധം നിർത്തുവാൻ മഹാബലി ആജ്ഞാപിച്ചു. അവർ യുദ്ധം നിർത്തി പാതാളത്തിൽ പോയി ഒളിച്ചു. അസുരന്മാരെല്ലാം പാതാളത്തിലേക്ക് പോയതിനു ശേഷം ഭഗവാന്റെ അഭിപ്രായം അറിഞ്ഞ് ഗരുഡൻ മഹാബലിയെ വരുണപാശങ്ങളെ കൊണ്ട് കെട്ടി. വരുണപാശം കൊണ്ട് മഹാബലിയെ ബന്ധിച്ചതിൻ്റെ ഉദ്ദേശം രാജാദികളായ ഐശ്വര്യങ്ങളിൽ എൻ്റേത് എന്ന് ഉറപ്പിച്ചിരിക്കുന്ന അഭിമാനത്തെ ഇപ്പോൾ അപഹരിച്ചു. ഇനി ഈ രീതിയിൽ ഞാൻ എന്നുള്ള അഭിമാനം ഇരിപ്പുണ്ട്, അതിനെയും അപഹരിച്ച് പരിശുദ്ധമാക്കണം. ഇവന് തുല്യനായ സത്യസന്ധൻ ദുർലഭമാണ് എന്ന സത്കീർത്തി ലോകത്തിൽ വ്യാപിപ്പിക്കണം. ഭഗവാൻ മഹാബലിയുടെ അധോഗതിക്ക് കാരണമായ അഭിമാനത്തെ മുഴുവനും നശിപ്പിച്ച ശേഷമാണ് അത്യുജ്വലമായ ഐശ്വര്യത്തെ നൽകുന്നത്. ഭഗവാന്റെ പ്രസാദത്തിൻ്റെ, അതായത് അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാകിയാൽ ശരീരാഭിമാനത്തെ നശിപ്പിക്കുവാൻ ഗരുഡൻ മഹാബലിയുടെ ശരീരത്തെ വരുണപാശത്താൽ ബന്ധിച്ചു എന്നർത്ഥം. ഞാൻ എന്ന ഭാവത്തിന് ആസ്പദമായ ശരീരത്തെ ഭഗവാന് സമർപ്പണം ചെയ്തതോടുകൂടി ബന്ധഹേതുവായ അജ്ഞാനം നശിച്ചു. അവൻ മുക്തിക്കും അർഹനായി. ബന്ധമുക്തനാകാൻ മറ്റൊരു കാരണം മഹാബലിയുടെ പിതാമഹനായ പ്രഹ്ലാദൻ വാമനമൂർത്തിയെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ എൻ്റെ പേരക്കുട്ടിയെ ബന്ധമുക്തനാക്കി അനുഗ്രഹിക്കണമേ. തൻ്റെ ഇഷ്ടഭക്തനായ പ്രഹ്ലാദൻ്റെ അഭ്യർത്ഥന കേട്ട് വാമനമൂർത്തി പറഞ്ഞു, പ്രഹ്ലാദ, ധനമോഹത്താലും അധികാരമോഹത്താലും മഹാബലിയുടെ മനസ്സ് മലിനപ്പെട്ടിരിക്കുകയാണ്. നിരന്തരമായ ഈശ്വര വിചാരം കൊണ്ട് മനോമാലിന്യം തുടച്ചു നീക്കി പരിശുദ്ധരായവർ മാത്രമേ എൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുകയുള്ളൂ എന്നും പറഞ്ഞു. അപ്പോഴേക്കും തനിയെ ബന്ധമുക്തനായ മഹാബലിയോട് ഭഗവാൻ പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് എനിക്ക് വാഗ്ദാനം ചെയ്ത 3 അടി മണ്ണിൽ 2 അടി ഞാൻ അളന്നെടുത്തു. ബാക്കി 1 അടിക്ക് എന്ത് ചെയ്യണം? ബലി പറഞ്ഞു, ഞാൻ പറഞ്ഞത് അസത്യമായെന്ന് ഭഗവാൻ വിചാരിക്കുന്നുവെങ്കിൽ അതിനെ ഞാൻ സത്യമാക്കിക്കൊള്ളാം. എൻ്റെ വചനം വഞ്ചനമായി ഭവിക്കില്ല. അങ്ങയുടെ 3ാമത്തെ കാലടി എൻ്റെ ശിരസിൽ വെച്ചുകൊള്ളുക. നിന്തിരുവടിയുടെ ഭക്തനായ പ്രഹ്ലാദൻ്റെ പൗത്രൻ എന്നുള്ള ഒരു ഗുണം മാത്രം എനിക്കുള്ളതുകൊണ്ട് അസുരവംശജാതനായ എന്നെ ജന്മശത്രുവായ അങ്ങയുടെ സമീപത്തിൽ ദൈവം പ്രാപിപ്പിച്ചു. എൻ്റെ സർവസ്വവും അവിടെ നിന്ന് അപഹരിച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ ഈ ശരീരം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഇതാ വെച്ചോളൂ. 3ാമത്തെ പാദം എൻ്റെ ശിരസിൽ തന്നെ. തീരെ ഭയം കൂടാതെ ഇത്രയും പറഞ്ഞപ്പോഴേക്കും മുത്തച്ഛനായ പ്രഹ്ലാദൻ അവിടെ വന്ന് പൗത്രനായ മഹാബലിയുടെ സത്യനിഷ്ഠ കണ്ടു മാനിച്ച് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. ഐശ്വര്യാപഹരണം അനുഗ്രഹമാകുന്നു. മഹാബലി ഭഗവാനോട് പറയുന്നു, അങ്ങ് ബലാത്കാരേണ ഐശ്വര്യത്തിൽ നിന്നും താഴ്ത്തി അനുഗ്രഹിക്കുകയും ചെയ്തു. ഐശ്വര്യാപഹരണം അനുഗ്രഹമാകുന്നത് എങ്ങനെയെന്നതിൽ എനിക്ക് ഒട്ടും ശങ്കയില്ല. എന്തുകൊണ്ടെന്നാൽ ഐശ്വര്യം നിമിത്തം അഹങ്കാരം ഉദിക്കുന്നു, അതുമൂലം അവിവേകം ജനിക്കുന്നു, അത് വർദ്ധിച്ചു വരികയും ചെയ്യും. അന്ധകൻ്റെ, അതായത് മരണത്തിൻ്റെ അടുത്ത് എത്തി നിൽക്കുന്ന ഈ ജീവിതം ചഞ്ചലമാണ് എന്നുള്ള ബോധമില്ലാതെ വരികയും ചെയ്യും. ചെയ്യുന്നത് അനുഭവമാകയാൽ ഐശ്വര്യാപഹരണം അനുഗ്രഹം തന്നെ. ശത്രുവായ എന്നെ ഈ വിധം ഭഗവാൻ അനുഗ്രഹിക്കുവാൻ ഇടവന്നത് എൻ്റെ പിതാമഹനായ പ്രഹ്ലാദൻ്റെ അപാര ഭക്തിയുടെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭഗവാൻ പറയുന്നു, ഞാൻ ചെയ്തതെല്ലാം അഹങ്കാരം നീക്കാൻ വേണ്ടിയാണ്. അല്ലയോ അസുരശ്രേഷ്ഠ, പുണ്യങ്ങൾ നിമിത്തം നീ സകല സിദ്ധികളും കൈവന്നവനായിരിക്കുന്നു. സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ലോകം നിനക്ക് ഭവിക്കട്ടെ. പിന്നീട് ഇന്ദ്രസ്ഥാനവും ഉണ്ടാകട്ടെ. അതിനുശേഷം എൻ്റെ സായുജ്യവും പ്രാപിക്കുക എന്നിങ്ങനെ ആ മഹാബലിയെ നിന്തിരുവടി അനുഗ്രഹിച്ചു. ബ്രഹ്മ തേജസ്സിനാൽ ഏറ്റവും ഭംഗിയായി പ്രകാശിക്കുന്നവനും നല്ല ശരീരകാന്തിയോടുകൂടിയവനും ആയ പരമസുന്ദരനായ പിതാമഹൻ പ്രഹ്ലാദൻ അവിടെ
വന്നിരിക്കുന്നത് മഹാബലി കണ്ടു. പ്രഹ്ലാദൻ ഭഗവാനോട് പറയുന്നു, ഹേ ഭഗവാനെ, ഭഗവാൻ മഹാബലിയുടെ യാതൊരു സ്വത്തിനെയും അപഹരിച്ചിട്ടില്ല. സമൃദ്ധമായ ഇന്ദ്രൻ്റെ സ്ഥാനത്തെ ഭഗവാൻ ബലിക്ക് നൽകി. അതിനെ ഇപ്പോൾ മടക്കി വാങ്ങി. അതുതന്നെയാണ് മംഗളപ്രവൃത്തി. ഇപ്പോൾ അങ്ങയും ഇവനെ പൂർണ്ണമായും അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിവേകത്തെ നശിപ്പിക്കുന്നതിന് സമർത്ഥമായ ഐശ്വര്യത്തെ മടക്കിയെടുക്കുകയാണല്ലോ ചെയ്തത്. ഉദാഹരണം, പ്രിയമുള്ള പുത്രന് ഇഷ്ടപ്പെട്ട മധുരപലഹാരം പിതാവ് നൽകി. ആ മധുരപലഹാരം പുത്രന് രോഗത്തെ ഉണ്ടാക്കുമെന്നറിഞ്ഞപ്പോൾ ആ പിതാവ് തൻ്റെ പുത്രനിൽ നിന്നും അതിനെ ബലാത്കാരേണ മടക്കിയെടുക്കുന്നു. കാരണം പുത്രനെക്കുറിച്ചുള്ള വാത്സല്യത്തിൻ്റെ ലക്ഷണമാണല്ലോ ഇത്. ഐശ്വര്യമതം നിമിത്തം അധപതിക്കുവാൻ ഇടയാകുന്നു എന്ന് കണ്ടപ്പോൾ അങ്ങ് നൽകിയതിനെ മടക്കിയെടുത്തത് പരമ അനുഗ്രഹമാണ്. ഭഗവാന് മഹാബലിയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭാവമാണിത്. മഹാബലിയുടെ ഭാര്യ വിന്ധ്യാവലി ഭഗവാനോട് പറയുന്നു, ഹേ ഭഗവാൻ, ത്രിലോകാധിപതിയാണെന്നുള്ള ഭാവം എത്ര ലജ്ജാകരം. മഹാബലി വാമനനോട് പറഞ്ഞതിനെ എടുത്തു പറയുന്നു, ഹേ വടു, അഭിഷ്ടത്തെ നൽകും. എന്നോട് യാചിച്ചവൻ പിന്നെ മറ്റാരോടും യാചിക്കുവാൻ ഇടവരാതിരിക്കണം. നീയൊരു വിചാരശൂന്യൻ. ത്രിലോകാധിപനായ എന്നോട് 3 അടി മാത്രം യാചിക്കുന്നത് ബുദ്ധിയില്ലായ്മയാണല്ലോ എന്നിങ്ങനെ അഹങ്കാരത്തോടു കൂടി പറഞ്ഞു. എത്ര ലജ്ജാകരം. ഇപ്പോൾ എൻ്റെ ശിരസിൽ 3-ാമത്തെ അടി വെച്ച് അളന്നെടുക്കുവാൻ എൻ്റെ പ്രതിജ്ഞയെ ഞാൻ പരിപാലിച്ചതായിട്ട് വിചാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോഴും ശരീരം തൻ്റേതാണെന്ന് അഭിമാനിക്കുന്നു. നിൻ തിരുവടിയാൽ സൃഷ്ടിക്കപ്പെട്ട ശരീരം എങ്ങനെ അദ്ദേഹത്തിൻ്റെ ആയി വരും? അതിനാൽ ശരീരത്തിലുള്ള സ്വാത്വാഭിമാനവും തൻ്റേതെന്ന അഭിമാനവും മോഹകാരം തന്നെ. വിവേകവും ലജ്ജയുമില്ലാത്ത ഈ സാധുവിനെ ഭഗവാൻ കാരുണ്യത്തോടു കൂടി രക്ഷിക്കണം. ഭഗവാൻ അരുളി ചെയ്യുന്നു, ഞാൻ യാതൊരുവനെ അനുഗ്രഹിക്കുവാൻ വിചാരിക്കുന്നുവോ അവൻ്റെ ഐശ്വര്യത്തെ മുമ്പ് അപഹരിക്കും. എന്തിനാണെന്നാൽ ഐശ്വര്യമതമത്തനായ പുരുഷൻ ഗർഭിഷ്ഠനായിട്ട് ലോകത്തെയും എന്നെയും ധിക്കരിക്കുന്നു. സർവ അനർത്ഥത്തിനും കാരണമായ അർത്ഥത്തെ അപഹരിച്ചാൽ മാത്രമേ അവ അടക്കവും വണക്കവുമുള്ളവനായി വരികയുള്ളൂ. അതിനാൽ അർത്ഥാപഹരണം അനുഗ്രഹമാണെന്ന് ധരിച്ചുകൊള്ളുക. ഗർവിൻ്റെ പാർശ്വഫലം: അഭിമാനം, കർമ്മം, വയസ്സ്, സൗന്ദര്യം, വിദ്യ, ഐശ്വര്യം, ധനം എന്നിവയാൽ മനുഷ്യന് ഗർവം ഭവിക്കാതിരിക്കുന്നുവെങ്കിൽ അത് എൻ്റെ അനുഗ്രഹ നിമിത്തമാണെന്ന് അറിയൂ. അഭിമാനം, ഗർവം എന്നിവയ്ക്കുള്ള കാരണമായും സകല ശ്രേയസ്സിനെ നശിപ്പിക്കുന്നതുമായിരുന്ന ഐശ്വര്യാദികൾ കൊണ്ട് എന്നെ തന്നെ ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിക്കുന്നവൻ മോഹിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ, ധ്രുവൻ മുതലായ ഭക്തന്മാർക്ക് ഐശ്വര്യത്തെ നൽകി അനുഗ്രഹിച്ചത്. തന്നെപ്പോലെ ഐശ്വര്യവും ഫലവും ശോഭയുമുള്ളവരും വേറെ ആരുമില്ല എന്ന ഗർവ് മഹാബലിക്കുണ്ടായിരുന്നു. ഈശ്വരനായ ശ്രീഹരി മാത്രമല്ലാതെ മറ്റൊരുവൻ മഹാബലിയുടെ മുമ്പിൽ സാധാരണ ജനങ്ങളാണ്. എതിർത്ത് നിൽക്കുവാൻ ശക്തരല്ല. അതിപ്രയാസത്താൽ സമ്പാദിക്കാനാവും. അധികം സമൃദ്ധങ്ങളായിരുന്നാലും ഭോഗപദാർത്ഥങ്ങൾ ക്ഷയിക്കുന്നവയാകയാൽ ദുഃഖത്തെ ഉണ്ടാക്കുന്നതുകൊണ്ട് അവയിലുള്ള ആഗ്രഹത്തെ തീരെ ഉപേക്ഷിച്ച് പരമാനന്ദ ലാഭത്തിനായി സന്തോഷപൂർവം ഭഗവാനെ തന്നെ സർവാത്മന ശരണം പ്രാപിക്കുകയാണ് വേണ്ടത് എന്ന് കാണിപ്പാനാണ് മഹാബലിയെ അനുഗ്രഹിച്ചത്. മഹാബലിക്ക് നാശമുണ്ടാകുന്നില്ല. സുധലാധിപത്യം അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രപ്പട്ടവും കിട്ടുവാൻ പോകുന്നതുകൊണ്ട് ഭഗവത് അനുഗ്രഹത്താൽ ഉത്തരോത്തരം അഭിവൃദ്ധി തന്നെയാണ് മഹാബലിക്കുണ്ടാകുവാൻ പോകുന്നത്. അഹങ്കാരമില്ലാതെ ശരണം പ്രാപിക്കുന്നവരുടെ ക്ലേശങ്ങളെ ഹരിക്കുകയും അവരിൽ കരുണ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ഭഗവാൻ നിന്റെ മനോരഥങ്ങളെ സാധിപ്പിക്കും. ആ ഭഗവാനിലുള്ള പരമപ്രേമ ലക്ഷണമായ ഭക്തി ഒന്ന് മാത്രമാണ് നിഷ്ഫലമാകാതിരിക്കുന്നത്. ഭഗവാൻ പറയുന്നു, മനുഷ്യജന്മം സിദ്ധിച്ചാൽ ഗർവില്ലാതെയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ആ ജന്മം സുലഭമല്ല. ജീവാത്മാവ് കർമ്മപാശബന്ധനായിരിക്കുമ്പോൾ സ്വതന്ത്രനല്ല. കർമാനുസരണ പക്ഷി, മൃഗാദി പല വർഗങ്ങളിലും ജനിക്കുന്നു, മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ
യാദൃച്ഛിക പുണ്യകർമ്മത്താൽ പരമപുരുഷാർത്ഥത്തെ പ്രാപിക്കുവാൻ ഉപകരിക്കുന്ന മനുഷ്യജന്മം ലഭിക്കുന്നു. ഈ മഹാബലി ദാനവന്മാരുടെയും ദൈത്യന്മാരുടെയും മൊത്തം കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനാകുന്നു. അന്യർക്ക് ജയിക്കുവാൻ കഴിയാത്ത എൻ്റെ മായയെ ജയിച്ചിരിക്കുന്നു. അതെങ്ങനെ അറിയാമെന്നാൽ ഇവൻ്റെ സർവ്വസ്വത്തുക്കളെയും ഐശ്വര്യത്തെയും ഞാൻ അപഹരിച്ചിട്ടും എല്ലാം പോയല്ലോ എന്നുള്ള സങ്കടമോ ദുഃഖമോ ഇവനില്ല. അതിനാൽ ശ്രേഷ്ഠമായ ഊർജിതമായ സ്ഥാനം ഞാൻ ഇവന് നൽകി അനുഗ്രഹിക്കുന്നു. ഇവനെ ഞാൻ ദേവന്മാർക്കും ലഭിക്കുവാൻ കഴിയാത്ത മഹാപ്രസ്ഥാനത്തെ പ്രാപിപ്പിച്ചിരിക്കുന്നു. സർവാത്മന എന്നെ ആശ്രയിച്ചിരിക്കുന്ന ഇവൻ സാവർണിക മന്ദിരത്തിൽ ദേവേന്ദ്രനായി ഭവിക്കും. അതുവരെ ഇവൻ വിശ്വകർമാവ് നിർമ്മിച്ചിരിക്കുന്ന സുതലത്തിൽ വസിക്കും. അവിടെ വസിക്കുന്നവരിൽ എൻ്റെ ദൃഷ്ടി എപ്പോഴും ഉള്ളത് കാരണം മനക്ലേശങ്ങളോ ശരീരത്തിൽ വ്യാധികളോ ക്ഷീണമോ ആലസ്യമോ അന്യരിൽ നിന്നുമുള്ള അപമാനമോ മറ്റു വിധത്തിലുള്ള ആപത്തുകളോ ബാധിക്കുകയില്ല. മഹാബലിയോട് ഭഗവാൻ പറയുന്നു, ദേവേന്ദ്രനോട് തുല്യനായ മഹാരാജാവേ, അങ്ങയ്ക്ക് ഇന്ദ്രസ്ഥാനം തന്നെ ലഭിക്കും. മഹാരാജസ്ഥാനവും ഇപ്പോൾ തന്നെ നൽകും. ദേവലോകത്തിൽ വസിക്കുന്നവർക്ക് കൂടി ആഗ്രഹിക്കത്തക്ക യോഗ്യതയുള്ള സുതലത്തിൽ ജ്ഞാനികളോട് കൂടി വസിച്ചാലും അവിടെ അങ്ങ് തന്നെ മഹാരാജാവ്. അവിടെ അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. അങ്ങയെ ആശ്രയിക്കുന്നവരെ എൻ്റെ സുദർശന ചക്രം നിഗ്രഹിക്കും. എല്ലാ ആപത്തിലിരുന്നും രക്ഷിക്കും. ഞാൻ അവിടെ സദാ സന്നിഹിതനായിരിക്കും. ഭഗവാൻ എൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ച് സന്തോഷപ്പെടും. അതിൻ്റെ ഗുണം എന്തായിരിക്കും? അവിടെ ദൈത്യന്മാരുടെയും ദാനവന്മാരുടെയും സംഘം കാരണമായിട്ട് അങ്ങയ്ക്കുണ്ടാവുന്ന അസുര സ്വഭാവം എൻ്റെ മാഹാത്മ്യ ദർശന നിമിത്തം ഉടനെ തന്നെ അങ്ങയെ ബാധിക്കുവാൻ ശക്തിയില്ലാതെ മൂലത്തോടുകൂടി തന്നെ നശിക്കുന്നു. ബലി ഭഗവാനോട് പറയുന്നു, അങ്ങയുടെ കാരുണ്യവിശേഷം അത്യാശ്ചര്യം തന്നെ. ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഭക്തന് പരമപുരുഷാർത്ഥം നൽകുവാൻ ഭഗവാൻ ശ്രദ്ധയുള്ളവനും ഒരുക്കമുള്ളവനുമാണ്. എന്തുകൊണ്ടെന്നാൽ ലോകപാലകന്മാരായ ഇന്ദ്രാദി ദേവന്മാർക്കു കൂടി ഇതിനു മുൻപ് ലഭിച്ചിട്ടില്ലാത്ത അങ്ങയുടെ പരമാനുഗ്രഹം നീചാസുരനായ എന്നിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ഞാൻ ത്രൈലോക്യനാഥനായ അങ്ങയ്ക്ക് ത്രിലോകങ്ങളെ ദാനം ചെയ്തുവല്ലോ എന്ന് ഭാവിക്കുന്ന എൻ്റെ അഹങ്കാരത്തിൻ്റെ, അതായത് അഹംഭാവത്തിൻ്റെ ഭാഗമാണ്. ഭഗവാനെ, അങ്ങയുടെ മായാവിലാസം മുൻകൂട്ടി അറിയാൻ സാധിക്കാത്തതിൽ എനിക്ക് അതിയായ ഖേദമുണ്ട്. ഒരു നമസ്കാരം പോലും ഞാൻ ഭക്തിപൂർവം സമർപ്പിക്കപ്പെട്ടതുപോലുമില്ല. അത്രമാത്രമുള്ള സദുദ്യമത്തിൽ തന്നെ കർമ്മം, തപസ്, ദാനം മുതലായവ എത്ര തന്നെ ചെയ്താലും സിദ്ധിക്കാത്തതായ ഭഗവാന്റെ പരമാനുഗ്രഹം എനിക്ക് സിദ്ധമായി. അതിനാൽ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന നമസ്കാരത്തിൻ്റെ മാഹാത്മ്യം എത്രയാണെന്ന് നിർണയിക്കുവാൻ പോലും ആർക്കും കഴിയില്ല. ഇപ്രകാരം പറഞ്ഞ് ശ്രീഹരിയെയും ബ്രഹ്മാവിനെയും ശ്രീരുദ്രനെയും നമസ്കരിച്ചു. മഹാബലിയുടെ മുത്തച്ഛനായ പ്രഹ്ലാദൻ പറയുന്നു, സർവപാപത്തിൽ നിന്നും ഞാൻ രക്ഷിക്കും എന്ന ഭഗവാന്റെ പ്രതിജ്ഞ ഞങ്ങളുടെ, അതായത് അസുരന്മാരുടെ ദുർഗാപാലക സ്ഥാനത്തെ ഭഗവാൻ അംഗീകരിച്ചു. ഭഗവാന്റെ പാദപത്മങ്ങളെ നിരന്തരം വന്ദിക്കുന്ന അത്ര മഹിമയുള്ള ഭഗവാൻ ഞങ്ങളുടെ ദുർഗാപാലകനായിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഭാഗ്യം. കാരണം ഈ അനുഗ്രഹം ബ്രഹ്മാവിനും ശ്രീദേവിക്കും ശ്രീ പരമശിവനും കൂടി ലഭിച്ചിട്ടില്ല. ഞങ്ങളിൽ അങ്ങ് പ്രസാദിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഗുണനിമിത്തമല്ല, അങ്ങയുടെ കാരുണ്യ നിമിത്തം കൊണ്ട് മാത്രമാണ്. ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്നവനാണ് ഭഗവാൻ. ഭക്തന്മാരിലുള്ള പ്രിയം നിമിത്തമാണ് ഞങ്ങളെ അനുഗ്രഹിച്ചത് എങ്കിൽ ആ ഭക്തപ്രിയത്വം ആശ്ചര്യം തന്നെ. കൽപ്പവൃക്ഷത്തെ ആശ്രയിക്കുന്നവരുടെ അഭിലാഷത്തെ സാധിപ്പിക്കുന്നത് പോലെ നിന്തിരുവടിയുടെ പാതാരവിന്ദത്തെ ആശ്രയിക്കുന്ന ഭക്തന്മാരിൽ അത്രയും പ്രിയമുള്ളവനായിരിക്കുന്നത് അങ്ങയുടെ സ്വഭാവമാണ്. ഭഗവാൻ പറയുന്നു, ഹേ വത്സ പ്രഹ്ലാദ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. സുതലം എന്ന സ്ഥാനത്തേക്ക് പ്രയാണം ചെയ്തു കൊള്ളുക. അങ്ങയുടെ പുത്രൻ്റെ പുത്രനോടുകൂടി, അതായത് മഹാബലിയോടുകൂടി സന്തോഷിക്കുന്നവനായിട്ട് സ്വജനങ്ങൾക്ക് സുഖത്തെ ഉണ്ടാക്കിയാലും സുതലം ഭൂമിക്ക് താഴെ
അധലം, വിതലം, സുതലം എന്ന 3 തലങ്ങളിൽ മൂന്നാമത്തേതാണ് സുതലം. വിശ്വകർമാവ് നിർമ്മിച്ച ലോകമാണ് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠവുമാണ്. സുതലവാതിലിൽ കയ്യിൽ ഗദയും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന എന്നെ നീ നിത്യവും കാണും. എൻ്റെ സ്വരൂപദർശനം കൊണ്ടുണ്ടാവുന്ന പരമാനന്ദാനുഭവത്താൽ നിന്റെ സംസാരകാരണമായ കർമ്മബന്ധം നിശേഷം നശിക്കും. സ്വർഗത്തേക്കാൾ സുന്ദരവും ശ്രേഷ്ഠകരവുമായ ലോകവും പിന്നീട് ഇന്ദ്രത്വവും സിദ്ധിക്കും. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തൻ്റെ പ്രജകളെ സന്ദർശിക്കുന്നതിന് അനുവാദവും ഭഗവാനായ വാമനൻ മഹാബലിക്ക് നൽകി. അന്ന് പ്രജകൾ മഹാബലിയുടെ ഭരണകാലത്തെ പോലെ എല്ലാ ഐശ്വര്യത്തോടു കൂടിയും കാണപ്പെടും എന്നും അനുഗ്രഹിച്ചു. എല്ലാവരും എല്ലാ ഐശ്വര്യങ്ങളോടു കൂടിയും ആരോഗ്യത്തോടു കൂടിയും വാമന ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയും തിരുവോണം ആഘോഷിക്കാം. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. നന്ദി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.